വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നു. 2100 കോടി രൂപ നബാർഡിൽ നിന്ന് വായ്പയെടുക്കാൻ തുറമുഖ വകുപ്പിൽ ധാരണയായി. അദാനി ഗ്രൂപ്പിന് നൽകേണ്ട പദ്ധതി വിഹിതത്തിനും അനുബന്ധ ചെലവുകൾക്കുമായി 3000 കോടി രൂപയാണ് ആകെ വേണ്ടത്. പുലിമുട്ട് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയതിന് അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകാനുള്ളത് 520 കോടി രൂപ. ഗ്യാപ് വയബിലിറ്റി ഫണ്ടിലെ സംസ്ഥാന വിഹിതം അദാനിക്ക് 490 കോടി രൂപ. റെയിൽ ദേശീയപാത പദ്ധതികളുടെ സ്ഥലമേറ്റെടുപ്പിന് 360 കോടി രൂപ. KFCയിൽ നിന്ന് എടുത്ത ഇടക്കാല വായ്പാ തിരിച്ചടവ് 425 കോടി രൂപ. വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത നിർമ്മാണം 1200 കോടി രൂപ. ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ഇനി വേണ്ടത് 2995 കോടി രൂപയാണ്. ഇതിലെ അടിയന്തര ചെലവുകളിലേക്കാണ് 2100 കോടി രൂപ നബാർഡിൽ നിന്ന് വായ്പയെടുക്കാനുള്ള തീരുമാനം. വായ്പയ്ക്കുള്ള അനുമതി നേരത്തെ മന്ത്രിസഭായോഗം നൽകിയിരുന്നു. 8.4% പലിശ നിരക്ക്. ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പലിശ നിരക്ക് കുറവായതിനാൽ നബാർഡിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന സർക്കാർ കമ്പനിയായ വിസിലിന്റെ പേരിലാണ് വായ്പയെടുക്കുന്നത്. വായ്പാ തിരിച്ചടവ് ബജറ്റിൽ വകയിരുത്തണമെന്ന നിർദ്ദേശം അംഗീകരിച്ചപ്പോഴാണ് വായ്പ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായത്. ഈ മാസം തന്നെ നബാർഡുമായുള്ള വായ്പാ കരാറിൽ വിസിൽ ഒപ്പിടും. വേണ്ടിവരുന്ന ബാക്കി തുക പിന്നീട് കടമെടുക്കാനാണ് തീരുമാനം. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.